ശക്തമായ കാറ്റിലും മഴയിലും കരിമ്പുഴ പഞ്ചായത്ത് തോട്ടര 14-ാം വാർഡിലെ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഏകദേശം 4 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. പാറയ്ക്കൽ പറമ്പിൽ താമസിക്കുന്ന പരേതനായ പഴപ്പാടത്ത് ഉണ്ണിയന്റെ ഭാര്യ നബീസയുടെയും തേക്കുംപ്ലാക്കൽ പരേതനായ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ദേവകിയുടെയും വീടുകളാണ് തകർന്നത്. കാറ്റ് അടിച്ചല്ലോ, അപ്പൊ ഞാൻ ഇതിനുള്ളിൽ പണിയിരിക്കായിരുന്നു. അപ്പോൾ എന്തെന്ന് അറിയില്ല, ഒന്നുങ്ങാണ്ട് അടിച്ചിട്ടുണ്ട് മരങ്ങൾ ഒക്കെ പാടെ അങ്ങോട്ട് അതിലിങ്ങോട്ട് ചരിച്ചു. എന്താണെന്നൊന്നും പറയാൻ അറിയുന്നില്ല. വിഷമം കൊണ്ട് ഇറങ്ങാണ്ടൊക്കെ പാടെ കൂടിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണോ തന്നെയായിരുന്നു ഞാൻ. അപ്പൊ ഇവിളിഞ്ഞ് മരുവോളാണ് അവള് കുടിക്കുമ്പോ ഒത്ത കറി. ഞാൻ വാദം ചാർട്ട് വിചാരിച്ചിട്ട് വാദം പോയതാണ്. അപ്പൊ എന്താ ചെയ്തൊന്നും വരക്കാൻ അറിയുന്നില്ല. ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് അടിയന്തരമായി തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ എം ചന്ദ്രമോഹനൻ, അബ്ദുറഹ്മാൻ എന്നിവർ അധികൃതരോട് ആവശ്യപ്പെട്ടു. ആ സ്ത്രീ വളരെ ദയനീയമായ കുടുംബം. അവരുടെ ഭർത്താവ് മരിച്ച് വിധവയായി കഴിയുന്ന, വെറും കേവലം പെൻഷൻ കൊണ്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഒരു മകനേ ഉള്ളൂ. ഒരു മകൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് മരിച്ച് ഞങ്ങളിവിടെ പ്രാദേശികമായ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിദയനീയമായ കുടുംബത്തിൻ്റെ ഒരു ഇരുട്ടടി എന്ന് വേണമെങ്കിൽ പറയാം. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ അവരുടെ. അതിദയനീയമാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെ പ്രധാന പ്രവർത്തകരൊക്കെ അവിടെ ഓടിയെത്തിയിട്ടാണ് ഈ മരമൊക്കെ വെട്ടി മാറ്റി കൊടുത്തത്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും പരമാവധി ധനസഹായം അവർക്ക് കിട്ടണം. അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഗവൺമെൻറ് ഉണർന്നു പ്രവർത്തിക്കണം. അതിന് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് ഇതിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. CCN കടമ്പഴിപ്പുറം.